വിവാഹത്തിന് മുൻപുള്ള പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധം മോശം സ്വഭാവമല്ലെന്ന് പറയാനാവില്ലെന്ന് സുപ്രീം കോടതി. ഇത്തരം ബന്ധങ്ങൾ ഇപ്പോൾ സർവ്വസാധാരണമാണെന്നും പരസ്പര സമ്മതത്തോടെയുള്ള അവിവാഹിതരായവർ തമ്മിലുള്ള ശാരീരിക ബന്ധം വ്യക്തിയുടെ സ്വഭാവത്തെ പ്രതിഫലിക്കുന്നതെന്നും കോടതിയുടെ നിരീക്ഷണം. രണ്ട് മുതിർന്നവർ ഇഷ്ടാനുസരണം ബന്ധം പുലർത്തുന്നത് വിലക്കുന്നത് ഒരു നിയമവുമില്ലെന്നും കോടതി പറഞ്ഞു. KM ഷബ്ന ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഷബ്ന, എന്താണ് കോടതി കൂടുതലായി പറയുന്നത്? രുചിഷ്, തെലങ്കാനയിൽ നിന്നുള്ള ഒരു കേസ് പരിഗണിക്കവേ ആണ് സുപ്രീം കോടതി ഇത്തരം ഒരു പരാമർശം നടത്തിയത്. തെലങ്കാനയിൽ പോലീസ് റിക്രൂട്ട്മെന്റ് ബോർഡ് ഉദ്യോഗാർത്ഥിക്ക് അപേക്ഷ നൽകിയെങ്കിലും അത് ഉദ്യോഗാർത്ഥിയെ നിയമനം നിഷേധിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഒരു യുവതി നൽകിയ പരാതിയെ തുടർന്നായിരുന്നു ഈ ഉദ്യോഗാർത്ഥിയുടെ നിയമനം നിഷേധിച്ചത്. കാരണം പ്രണയബന്ധത്തിലായിരിക്കെ ഇവർ ശാരീരികമായി ബന്ധപ്പെടുകയും പിന്നീട് പീഡന പരാതി യുവതി നൽകുകയും ചെയ്തു എന്നതാണ് യുവാവ് കോടതിയെ അറിയിച്ചത്. അതിനുശേഷം യുവാവിനെതിരെ കേസെടുത്തു. ഈ കേസ് നിലനിൽക്കുന്നതിനാൽ പോലീസ് ഉദ്യോഗസ്ഥനായി നിയമനം നൽകാൻ പറ്റില്ല എന്ന് റിക്രൂട്ട്മെന്റ് ബോർഡ് വ്യക്തമാക്കി എന്ന് ചൂണ്ടിക്കാണിച്ചാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിൽ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രണയബന്ധത്തിന്റെ പേരിൽ ശാരീരിക ബന്ധം ഉണ്ടാകുകയും അതിനുശേഷം ഈ രീതിയിൽ പീഡന പരാതി നൽകുകയും ചെയ്താൽ അത് നിലനിൽക്കില്ല. കോടതി മുമ്പും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് കോൺസ്റ്റബിൾ നിയമനത്തിനായി ഒരു വ്യക്തിയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി കൂട്ടിയിണക്കാൻ പറ്റില്ല. ഈ പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധം മുതിർന്നവർ തമ്മിൽ, പ്രായപൂർത്തിയായവർ തമ്മിലാണെങ്കിൽ അത് വിലക്കുന്ന ഒരു നിയമവും രാജ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ ആ രീതിയിൽ കണക്കാക്കേണ്ടതില്ല എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്.